നിനക്ക് ഞാൻ പറഞ്ഞത് അങ്ങോട്ട് ചെയ്താ പോരെ? വെറുതെ കാര്യമില്ലാത്ത കാര്യം എന്തിനാ ചെയ്യണത്? ഇന്നക്ക് ദോശക്ക് അരക്കാൻ പറഞ്ഞാൽ ദോശക്ക് അരക്കുക. നിങ്ങളാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. എന്താന്നല്ലേ രാവിലെ മനുഷ്യന്മാര് ദോശ തിന്നാന്ന് വിചാരിച്ചപ്പോ പോയിട്ട് പുട്ടുണ്ടാക്കിക്കണ്. നിനക്ക് എന്താ? ഇവിടെ ഞാനാ കാര്യങ്ങളൊക്കെ പറയണത്, അല്ലാണ്ട് നിങ്ങളല്ല. എന്തൊരു കഷ്ടാ നോക്കണത്. എല്ലാ വണ്ടിയിലും മനുഷ്യന്മാരെ തലയുടെ ഉള്ളിലാ കിടക്കണത്. ഒന്നും പറയാൻ പാടില്ല, പറഞ്ഞിട്ട ചെയ്യൂല. ഒരുമാതിരി വൃത്തിയിട്ട സ്വഭാവം. വെറുതെ അല്ല എന്റെ അമ്മായിയമ്മ എപ്പോഴും പറയാറ് നിങ്ങൾ തരശ്ശേരിയല്ല എന്നുള്ളത്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാൻ പിന്നെ ഇതൊരു വീടാണല്ലോ, ഒരു അന്തിത്തോണ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കിടക്കുന്നത്. നോക്കുമ്പോ ഇപ്പൊ തലയുടെ മുകളിൽ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. പറയാനുള്ള കാര്യം ഞാൻ ഏത് വാപ്പാടെ മൂത്തൊക്കെയാണെന്ന് നിങ്ങൾ വിളിച്ചറിയും. ഒരു ദോശ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കിയാ പോരെ? പിന്നെ എന്തെങ്കിലും പുട്ടുണ്ടാക്കി വെച്ചിരിക്കണത്? ഒരു പുട്ടേ ഇഷ്ടല്ല. കരയണിങ്ങട്ടെ. ഒരു കാര്യം ഇവിടെ പറയാൻ പാടില്ല. അപ്പോഴത്തേക്കും കരച്ചല. ഇനി കരഞ്ഞിട്ട് എന്റെ കാടത്തൊക്കെ നടക്കാൻ നിൽക്കണ്ട. അമ്മായില്ലേ കുമ്മായില്ലേ പറഞ്ഞിട്ട് പിന്നെ ഒക്കെ കര ചീത്ത. അപ്പൊ പിന്നെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അച്ചറമച്ചത്തോടെ നടത്തും. സ്വഭാവം അറിയാലോ. ആ പുട്ടെങ്കിൽ പുട്ട് വേഗം എടുത്ത് വെക്ക്. പുട്ടും പഴം ദോശ എന്നാന്ന് എനിക്ക് വിചാരിച്ചതാ. അപ്പോഴും പുട്ടും പഴം. എന്താണ് പ്രശ്നം? ഇന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ലേ? എന്താ ഇവിടെ ഉണ്ടായിരുന്നു? ഈ ആരെങ്കിലും ഇരിക്കടിയോടെ ഈ ആരെങ്കിലും ഷൗട്ട് ചെയ്തിരുന്നു? ഞാനും ദോശ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ അമ്മയോട് പറഞ്ഞതാണ്. ഉണ്ടാക്കിയാ പോരെ? പിന്നെ എന്തിനാ തള്ളവിടെ? എന്തിനാ തള്ളവിടെയെന്ന്? ആ പിന്നെ എന്തിനാ ഇവിടെ? ഞങ്ങളുടെ ഭാര്യയല്ലേ? ആ ഭാര്യയാണ്. അതിന് അന്നയാണ്ട് കൊണ്ടാക്കിയാലോ? അപ്പൊ ഇവിടെ ഉണ്ടാവും ഇല്ലല്ലോ? കൊണ്ടാക്കി വെക്കാം പറയ വിവരം. ആരാന്ന് എന്റെ വിചാരം? നോക്കി ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് എന്റെ അമ്മായിയാണ്, എന്റെ ഉപ്പാന്റെ പെങ്ങള്. കെട്ടി കൊണ്ടുപോയിടത്തുനിന്ന് അതിന്റെ ഭർത്താവ് മരിച്ചിട്ട് അതുകൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അതിന് പോകാൻ ഒരു സ്ഥലമില്ല. അതിനോടാണ് ഈ ദോശ ഉണ്ടാക്കിയിട്ടില്ല വെച്ചിട്ട് വിളിച്ചപ്പെടുന്നത്. അതെ, അതിന് 3 നേരം ഈ അതിന് ഭക്ഷണം കൊടുക്കേണ്ടി വരും. അത് ഒരു പണിയും ചെയ്യൂല. ഇന്ന് മുതൽ ഞാൻ അങ്ങനെ ആക്കാൻ പോവുകയാണ്. ഈ ചെയ്യേണ്ടി വരും ഇവിടുത്തെ പണി. ഈ ആരാണ് ഒരാളെ ഇങ്ങനെ പണിയെടുപ്പിക്കാൻ? അല്ലടോ എനിക്ക് ബോധല്ലേ? ഞാൻ ആലോചിച്ചു എങ്ങനെ ഉണ്ടാവുക? ചോറ് നല്ലത് തിന്നണേ വീട്ടിൽ നിന്ന്. പഠിപ്പിച്ചു വിടണം ഉമ്മയും ഉപ്പയും കൂടിയിട്ട്. തീർച്ചയായിട്ടും അതെന്താ പറയാതിരിക്കാൻ നിർവാഹമില്ല. സ്വന്തം ഉമ്മയും ഉപ്പയും വീട്ടിൽ നിന്ന് പഠിപ്പിക്കണ പോലെയാണ് പെൺകുട്ടികളുടെ ആയാലും ആൺകുട്ടികളുടെ ആയാലും സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത്. അണക്ക ഉണ്ടായിട്ടില്ല. എന്റെ തന്തി തള്ളി എന്നെ നല്ലത് പഠിപ്പിച്ചിട്ടില്ല. മനസ്സിലായ? ഓറ തിന്നാൻ തന്നോണ്ടായില്ല. പല്ലടിക്കാൻ വരട്ടെ, അവിടെ നിക്ക്. വർത്താനം നാളെന്നോട് പറയാണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ അന്നെ ഞാൻ ഇവിടെ കെട്ടിക്കൊടുന്നു എന്റെ വീട്ടിലേക്ക്. ഞാൻ ഇന്നക്കിന്നാണ്ട് മയ്യത്തായ ഈ എന്റെ വീട്ടിൽ പോയി കണ്ടേ. അപ്പൊ അവിടെ കെട്ടിക്കൊണ്ടുവന്ന ഒരു പെണ്ണ് അന്നെ കൊണ്ട് ഇതേപോലെ പണിയെടുത്തോട്ടെ. തൊള്ളയെ തോന്നിയ വർത്താനം പറഞ്ഞ് ഒരു സ്വൈരും മനസമാധാനം കൊടുക്കാത്ത ഒരവസ്ഥ ഉണ്ടാക്കിയ എന്റെ ഇതെന്തായിരിക്കും? എന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഒരു സ്വസ്ഥത ഉണ്ടാവും ജീവിക്കാൻ? അതേപോലെ തന്നെയാണ് അമ്മായി. അമ്മായിക്ക് ഇത്ര പ്രായമുണ്ട്, അതും കൂടി കണക്കാക്കണം. ഈ വീട് മാത്രമേ ഉള്ളൂ. ഇയാ തീരുമാനിക്കണേ ഈ വീട് മാത്രമേ ഉള്ളൂ എന്നുള്ളത്? അല്ലാന്നുള്ളത്? അതെ, അമ്മായിക്ക് വേണ്ടിട്ട് ഞാൻ തന്നെയാണ് വാദിക്കേണ്ടത്. പിന്നെ ആരാ? ഈ ഏതായാലും നിൽക്കൂലല്ലോ. എന്റെ സ്വഭാവതല്ലേ? ഞാൻ ഉറക്കം ഒച്ചടിപ്പിച്ച് വർത്താനം പറയിപ്പിക്കണ്ട, നാട്ടുകാർ കേൾപ്പിക്കണ്ട. എന്ത് വർത്താനടി പറയുന്നത്? എനിക്ക് തലയണ മന്ത്രം പറഞ്ഞു തരാൻ ഇജ്ജല്ല എന്റെ കൂടെ കിടക്കണത് അല്ലടി? പിന്നെ അമ്മായിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരും ഇല്ലല്ലോ ഇവിടെ. ഈ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ അമ്മായിനെ. ഈ അതിനെ ഉപദ്രവിക്കല്ലേ ചെയ്യുന്നത്. ഞാനത് കേക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പതുക്കെ പതുക്കെ പറയുന്നത്. എന്റെ മായലാവി ഒതുക്കിക്കോ, അനക്ക് ബോധം ഉണ്ടായിക്കോട്ടെ. മാത്രല്ല ഈ 2 കുട്ടികളുടെ ഉമ്മയാണ്. മനസ്സിലായ? ആ കുട്ടികൾ എൻ്റെ ഈ പെരുമാറ്റം കണ്ടിട്ടാണ് വലുതാവുന്നത്. അത് 2ഉം പെൺകുട്ടികളാണെന്ന് ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ഈ അമ്മായിയോട് പെരുമാറുന്ന രീതി ഉണ്ടല്ലോ, ഈ തൊള്ളയെ തോന്നിയ സ്വഭാവവും തൊള്ളയെ തോന്നിയ വായലാവും ഒക്കെ ഒരു വയസ്സായ സ്ത്രീയോട് പെരുമാറേണ്ട രീതിയിലല്ല. ഇത് കുട്ടികൾ കണ്ടുപഠിക്കും. നാളെ ഈ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊണ്ടുപോകണോടത്ത് ഇതേപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്മള കുട്ടികളും ഇതേ സ്വഭാവം തന്നെ അവിടെയും കാണിക്കുക. അന്ന് കയ്യൂക്കുള്ള ഏതെങ്കിലും ആണുങ്ങളുടെ കയ്യിലാണ് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ മോന്തയുടെ ഷേപ്പ് മാറും.
എനിക്ക് അന്നെ ഒരു 2 അടിക്കാൻ കയ്യൂക്കില്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഈ പെണ്ണുങ്ങളെ തല്ലി എന്നുള്ള പേര് വേണ്ടല്ലോ വെച്ചിട്ടാണ്. മനസ്സിലായോ? ഇനിയിപ്പോ അതും കൂടി ഒരു കുറവുള്ളൂ. ആ കുറവ് ഞാൻ ചിലപ്പോ നികത്തും. ഈ എന്നെ കൊണ്ട് നികത്തിപ്പിക്കരുത് ദയവ് എന്നാ ചെയ്തിട്ട്. കാണാൻ നിങ്ങക്ക്. ഇപ്പൊ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് മനസ്സിലായില്ലല്ലോ. ഏഹ് എന്തെങ്കിലും ഒരു നല്ല വാക്ക് ഒരാൾ പറഞ്ഞു തരുമ്പോ അത് കെട്ടിയോൻ പ്രത്യേകിച്ച് പറഞ്ഞു തരുമ്പോ അതൊന്നും ഉൾക്കൊള്ളാനുള്ള മനസ്സ് എനക്കുണ്ടാ. ഈ എന്തെങ്ങനെ ഏഹ് ഞാൻ പറഞ്ഞത് കാര്യ. എന്ത് കാര്യം? ഇവിടെ വെറുതെ ഇരുന്നിട്ട് തിന്നാൻ കൊടുക്കണേക്കാളും നിനക്ക് പറ്റില്ല. വെറുതെ ഇരുന്ന് ചിലപ്പോ ചില ആൾക്കാർക്ക് നമ്മൾ തിന്നാൻ കൊടുക്കേണ്ടി വരും, കെടുത്ത് ഉറക്കേണ്ടി വരും, വേറെ കുറെ നോക്കേണ്ടി ആൾക്കാരുണ്ടല്ലോ, വരും. അവരുടെ വേറെ കുറെ ആൾക്കാരൊക്കെ ഒരു ചെടി നോക്കണിന്റെ വീട്ടിലത്തെ. അതെ ഏ ഞാൻ പറഞ്ഞിട്ടുണ്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ട വേണ്ടാന്നുള്ളത്. ഇത് എന്റെ വീടാണ്, ഇവിടെ അമ്മായി ഇവിടെ തന്നെ നിൽക്കണത്. ഈ തീരുമാനിക്കുന്നത് വേറുള്ളവരോടെ കൊണ്ടാക്കാൻ. അതെ നീ പണ്ട് കേട്ടിട്ടേ ഉള്ളു പെണ്ണൊരും പെട്ടാന്ന്. ഇങ്ങനെ ഒരു പൂതനേനെയാണല്ലോ കിട്ടിയത്. ഇതിന് ഞാൻ ആരേനെ കുറ്റം പറയണ്ട്? പറഞ്ഞ ബോധം വെക്കാത്ത അന്നെയാണോ എന്റെ തന്തേനെയും തള്ളേനെയാണോ കുറ്റം പറയേണ്ടത്? ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടാക്കൂട്ടാ, എനിക്ക് തേങ്ങയുടെ മൂടാണ്. ആ 2 കുട്ടികളുണ്ടല്ലോ വിചാരിച്ചത് ഞാൻ ക്ഷമിക്കണത്. ഇങ്ങനെയുണ്ട് ഒരു പോത്ത്. ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലായിട്ട് സ്വസ്ഥത. അത്ത അമ്മായി അവിടെ കരയാണ്, എന്തിനാണ് അതിനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇങ്ങനുണ്ടോ? 2 പെണ്ണുങ്ങൾ തമ്മിൽ ചേരുന്ന അതിന്റെ അടുത്ത് ഒന്നും വരുന്നില്ല. എടി അനക്ക് ഇതൊന്നും ഇപ്പൊ മനസ്സിലാവൂല കേട്ടാ, കാലം കുറച്ച് കഴിയട്ടെ, ഈ അമ്മായിയുടെ പ്രായത്തിലെത്തും. അപ്പൊ നമുക്ക് മനസ്സിലായിക്കോളും. ഇപ്പൊ അഹങ്കാരം മൂത്തിട്ടേ എന്റെ തലയ്ക്ക് ബോധമില്ലാണ്ടേ ഇരിക്കണം. എന്തായാലും അമ്മായിനെ ഞാൻ ഒഴിവാക്കൂല, എന്റെ ഉപ്പാന്റെ പെങ്ങളാണ്. ഈ അല്ല ഇവിടുത്തെ കാര്യം തീരുമാനിക്കണം. കുടുംബത്ത് മനസമാധാനം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഓരോ തേങ്ങാക്കൊല.